അഡ്വക്കേറ്റ് ശ്രീ വി പി ശ്രീപത്മനാഭൻ, അതായത് ജഗ്ദീപ് ധൻഖറിന്റെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു ആശങ്ക തന്നെ ഇങ്ങനെ നിരന്തരം തടസ്സപ്പെടുന്ന സഭകൾ എന്ത് സന്ദേശമാണ് രാജ്യത്തിന് നൽകുക എന്നതാണ്. പക്ഷെ നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായി ഉപരാഷ്ട്രപതിക്കെതിരെ അവിശ്വാസം രേഖപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ പ്രമേയം വന്ന സമ്മേളനമാണിത്. സുപ്രധാനമായ വിഷയങ്ങൾ, അതായത് അദാനിയാകട്ടെ, സംഭാലാകട്ടെ, മണിപ്പൂരാകട്ടെ, വയനാടാകട്ടെ, പ്രതിപക്ഷ കക്ഷികൾക്ക് സംസാരിക്കാൻ അവസരമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ജോർജ് സൊറോസിന്റെ കാര്യം സംസാരിക്കാൻ ഭരണപക്ഷ അംഗങ്ങൾക്ക് യഥേഷ്ടം സമയം അനുവദിക്കുക. ഇങ്ങനെ പക്ഷപാതപരമായി സഭയെ നിയന്ത്രിക്കുന്ന ഒരു സഭാനാഥൻ എന്ന നിലയിൽ ഈ സഭയെ കളങ്കപ്പെടുത്തുന്ന സമീപനം സ്വീകരിച്ചു എന്നതുകൊണ്ട് ആ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം അവിശ്വാസം കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അങ്ങനെയുള്ള ജഗദീപ് ധൻഖറിന് ഈ സഭാ സമ്മേളനത്തിൽ ഏറ്റവും അധികം ഭരണപക്ഷ MP-മാർ ബഹളം വെച്ച് സഭ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായ സമ്മേളനത്തിൽ അങ്ങനെയുള്ള ഒരു ഭരണകക്ഷിക്ക് എങ്ങനെയാണ് ഈ സംഭവങ്ങളിൽ മുഴുവൻ പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യാൻ കഴിയുക? ഗോപികൃഷ്ണ, ഈ കൊല്ലത്തെ ശീതകാല സമ്മേളനം കലക്കണമെന്ന് കോൺഗ്രസ്സുകാർ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. കെട്ടിപ്പോയി എന്ന് വിചാരിച്ച മഹാരാഷ്ട്രയിൽ 8 നില പൊട്ടി. മുന്നിട്ട് നിന്ന ഹരിയാനയിൽ തോറ്റു തുന്നം പാടി. വേറൊരു തമാശ ഉണ്ടായിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നു. നമ്മൾ ആരും അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ജമ്മു കാശ്മീരിൽ ജമ്മു മേഖല, ഹിന്ദു ഭൂരിപക്ഷ മേഖല ജമ്മു മേഖലയിൽ കോൺഗ്രസിന് എത്ര സീറ്റ് അറിയോ? 0. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ജമ്മുവിൽ കോൺഗ്രസ് 0 അടിച്ച തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ ജമ്മുവിൽ 0. അവിടെ ആ നാഷണൽ കോൺഫറൻസിന്റെ പിന്നാലെ നടന്നിട്ട് എന്തോ കിട്ടിയിട്ടുണ്ട്. കാശ്മീരിൽ കിട്ടിപ്പോയി. ഫയൽവാൻ, ജവാൻ, കിസാൻ, ഹരിയാന പോയി. മഹാരാഷ്ട്ര കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റിൽ ലീഡ് ചെയ്തു ജയിച്ചു. അവിടെ ദയനീയമായി തോറ്റു. അംബേദ്കറുടെ രാഷ്ട്രീയ കർമ്മമണ്ഡലമായ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം. അംബേദ്കർ മത്സരിച്ച മുംബൈയിൽ 3 സീറ്റ്. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് തോറ്റു തുന്നമ്പാടി. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ച ആത്മവിശ്വാസത്തിൽ ഈ 2 സംസ്ഥാനങ്ങളും, ഇന്ത്യയിലെ സാമ്പത്തിക തലസ്ഥാനം ഉൾപ്പെട്ട മഹാരാഷ്ട്ര, ബോംബെ ഉൾപ്പെട്ട മഹാരാഷ്ട്ര പിടിക്കാൻ കച്ചകെട്ടിറങ്ങിയ 3 മുഖ്യമന്ത്രി കുപ്പായം തുന്നിച്ചു എന്നാ കേട്ടെ കോൺഗ്രസ്സുകാർ. 3 കോൺഗ്രസ് നേതാക്കന്മാര് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി കുപ്പായം തുന്നിച്ചു. കാരണം 12 സീറ്റോടുകൂടി 1ാമത്തെ പാർട്ടിയായിരുന്നു മഹാരാഷ്ട്രയിൽ. ശിവസേനയ്ക്ക് കൊടുക്കണ്ട ഇത്തവണ എന്ന് പറഞ്ഞ് 3 കോൺഗ്രസ് നേതാക്കന്മാർ കുപ്പായം തുന്നിച്ചു. പൊട്ടിപ്പാളീസായി. ഇതിന്റെ വിഷമം തീർക്കാൻ, ഫ്രസ്ട്രേഷൻ തീർക്കാൻ, ഇത് BJPക്ക് ഉണ്ടായ രാഷ്ട്രീയമായ ചൈതന്യം, ഹരിയാനയിലെ വിജയം, മഹാരാഷ്ട്രയിലെ വിജയം, ജമ്മുവിലെ സമ്പൂർണ്ണ വിജയം. കാരണം കാശ്മീർ ഒരിക്കലും BJP വരില്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷേ പോയ ജാർഖണ്ഡിൽ കോൺഗ്രസ് അല്ല ജയിച്ചത്, അവിടുത്തെ ഒരു പ്രാദേശിക പാർട്ടി. ആ കോൺഗ്രസിന് എന്തോ അവരെ പിന്നാലെ നടന്നിട്ട് എന്തോ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് കോൺഗ്രസ് വന്നത് ഈ പാർലമെന്റ് സമ്മേളനം കലക്കാൻ. ഞാൻ ചോദിക്കട്ടെ, 6 ദിവസം അഡാനിക്കെതിരെ അമേരിക്കയിൽ കേസ് ഉണ്ട് അത്രേ. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ, അതിന് ഇന്ത്യൻ പാർലമെന്റ് സ്തംഭിപ്പിച്ചിട്ട് എന്താ കാര്യം? ഉമ്മൻചാണ്ടി അഡാനിയെ എന്തിനാ വിഴിഞ്ഞത്ത് കൊണ്ടുവന്നത്? കോൺഗ്രസ് ഭരിച്ച രാജസ്ഥാനിൽ 5 കൊല്ലം കൊണ്ട് അഡാനി എന്തിനാ 60,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയത്? കോൺഗ്രസ് ഇപ്പോൾ ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ അഡാനിക്ക് നിക്ഷേപം ഉണ്ടോ ഇല്ലയോ? ഇപ്പോഴും നടത്തുന്നുണ്ടല്ലോ. തെലുങ്കാനയിൽ വരെ അഡാനി നിക്ഷേപം തുടങ്ങിയല്ലോ. അഡാനി നിക്ഷേപിക്കാത്ത സംസ്ഥാനം ഏതാ? ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളത്തിലെ വിഴിഞ്ഞം പദ്ധതി തടസ്സപ്പെടുത്തിയില്ലല്ലോ. ഭരണം മാറിയപ്പോ പിണറായി വിജയൻ പറഞ്ഞോ അഡാനി ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. തമിഴ്നാട്ടിൽ നിക്ഷേപം, കർണാടകയിൽ നിക്ഷേപം, മഹാരാഷ്ട്രയിൽ നിക്ഷേപം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നിക്ഷേപം. രാഷ്ട്രീയ ഭേദമെന്ന് ഏത് പാർട്ടി ഭരിച്ചാലും അഡാനിക്ക് നിക്ഷേപമുണ്ട്. ആ അഡാനി അമേരിക്കയിൽ കേസിലോ ഉണ്ടായിക്കോട്ടെ എന്ന്. അതിനെന്തിനാ ഇന്ത്യൻ പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നത്? അങ്ങനെ ഒരാവശ്യവുമില്ലാതെ 6 ദിവസം പോയി. 6 ദിവസം
ഞാൻ വേറൊരു സംഭവം പറയട്ടെ. ഇവിടെ ജോൺ ബ്രിട്ടാസ് ഇരിക്കണ്ടല്ലോ. സാറേ, നിങ്ങൾ പെഗാസിന്റെ പേരിൽ ഒരു സമ്മേളനം മുഴുവൻ അലമ്പാക്കിയവരല്ലേ? ഒരു സമ്മേളനം മുഴുവൻ നിങ്ങൾ പെഗാസിന്റെ പേരിൽ കളഞ്ഞു കുളിച്ചില്ലേ? എന്തായി പെഗാസിസ് എന്തായി? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഫോൺ പരിശോധനയ്ക്ക് കൊടുത്തോ? സുപ്രീം കോടതിയുടെ എന്താ പറയുക നിർദ്ദേശാനുസരണം ഒരു അന്വേഷണമൊക്കെ ആരംഭിച്ചിരുന്നല്ലോ. ആരെങ്കിലും കൊടുത്തു? ഏതെങ്കിലും പ്രതിപക്ഷ നേതാവ് ഇതാ എന്റെ ഫോൺ ഇതാ ഒന്ന് പരിശോധിക്കൂ, എന്റെ ഫോണ് BJP-ക്കാര് ഗവൺമെന്റ് ഇസ്രായേലിയുടെ ആപ്പ് ഉപയോഗിച്ചിട്ട് ടേപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കൊടുക്കണേ? ആരെങ്കിലും കൊടുത്തോ? ഒരു ചുക്കും നടന്നില്ല. അപ്പോ എത്ര സമ്മേളനങ്ങൾ അലമ്പാക്കി പെഗാസിന്റെ പേരിൽ, ഹിൻഡർബർഗിന്റെ പേരിൽ, ഇത്തവണ അഡാനിയുടെ പേരിൽ. ഇത് അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയതറിയോ? സമാജ്വാദി പാർട്ടി എതിർത്തു, തൃണമൂൽ കോൺഗ്രസ് എതിർത്തു. അവര് പറഞ്ഞു ഇത് ശരിയല്ല, ഞങ്ങൾക്ക് പല കാര്യങ്ങളും സഭയിൽ ഉന്നയിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ പറയണം, നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ കൂടെ നിന്നവർ കാലുമാറാൻ തുടങ്ങിയപ്പോഴാണ് സ്പീക്കർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരു തീരുമാനം. എന്താ? ഭരണഘടന ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യാം. BJP-ക്ക് എന്താന്ന് ഭരണഘടന ചർച്ച ചെയ്യാൻ വിഷമം? ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായിരുന്നു. ഞങ്ങൾക്ക് എന്താ വിഷമമെന്ന്? ശ്യാമപ്രസാദ് മുഖർജി കൂടി ഒപ്പിട്ട് പാസ്സാക്കിയതല്ലേ. ഞങ്ങൾക്ക് ഒരു വിഷമവും, ഞങ്ങൾ ചർച്ച ചെയ്തു. ഞാൻ അതിനിടയിൽ ഒരു കാര്യം ശ്രീ പത്മനാഭൻ, അതായത് ഈ അംബേദ്കർ എന്ന് പറയുന്ന അത്രയും സമയം ദൈവത്തിന്റെ പേര് പറഞ്ഞിരുന്നുവെങ്കിൽ 7 ജന്മങ്ങളിലും സ്വർഗം ലഭിക്കുമായിരുന്നു ഇവർക്ക് എന്ന് പറഞ്ഞ പ്രസ്താവന അവഹേളന സ്വഭാവം ഉള്ളതാണോ, അതോ അതങ്ങനെ പറയുന്നത് തെറ്റില്ല എന്നതാണോ? ഗോപികൃഷ്ണ, സഭയ്ക്കുള്ളിൽ നടന്ന സംസാരങ്ങൾ, സഭയ്ക്കുള്ളിൽ നടന്ന പ്രവർത്തികൾ, അതിന്റെ തെറ്റും ശരിയും തീരുമാനിക്കേണ്ടത് സഭയാണ്. എന്ന് വെച്ചാൽ സഭാ അധ്യക്ഷനാണ്. ഞാൻ 2 ഉദാഹരണം തരാം. JMM മുക്തിമോർച്ച കേസ്, കോൺഗ്രസ്സുകാർ പൈസ കൊടുത്ത് വോട്ട് ചെയ്യിപ്പിച്ചു. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കോടാനുകോടി രൂപ നരസിംഹറാവു ഗവൺമെന്റിനെ രക്ഷിക്കാൻ കോൺഗ്രസ്സുകാർ പെട്ടിയിലാക്കി കൊടുത്തു, സൂട്ട് കേസിൽ കൊടുത്തു. എന്നിട്ട് JMM MP-മാരെ വിലക്കെടുത്തു. ആ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? സഭയ്ക്കകത്ത് നടന്ന കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടില്ല, ഞങ്ങൾക്ക് അധികാരമില്ല. ഇനി ഇവിടെ 13 ലോക്സഭ രാജ്യസഭാ അംഗങ്ങളെ പുറത്താക്കി. എന്തിനറിയോ? പൈസ വാങ്ങി ചോദ്യം ചോദിച്ചതിന്. അതും സുപ്രീം കോടതിയിൽ അവർ ചോദ്യം ചെയ്തു, ഞങ്ങളെ പുറത്താക്കിയത് ശരിയല്ല എന്ന് പറഞ്ഞ്. എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? ഞങ്ങൾ ഇടപെടില്ല, അത് സഭയുടെ തീരുമാനമാണ്. സഭയ്ക്ക് പരമാധികാരമുണ്ട്, പ്രിവിലേജ് ഉണ്ട്. ഒരാൾ സഭയിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് സഭാ ചട്ടങ്ങൾക്കും മര്യാദകൾക്കും ലംഘനമാണെങ്കിൽ അതിനെ എതിർക്കുന്ന ആൾക്കാർക്ക് പറയാം, ഇത് എക്സ്പെൻഡ് ചെയ്യണം, നീക്കം ചെയ്യണം രേഖകളിൽ നിന്ന്. അങ്ങനെ എല്ലാ സഭാ സമ്മേളനങ്ങളിലും നിരവധി വാക്കുകൾ, സെന്റൻസുകൾ എക്സ്പെൻഡ് ചെയ്യാറുണ്ട്, നീക്കം ചെയ്യാറുണ്ട്. അത് സഭാ അധ്യക്ഷൻ തീരുമാനിക്കണം. അതിന് വേറൊരാൾക്ക് അഭിപ്രായം പറയാൻ അധികാരമില്ല. ഇവിടെ ഇദ്ദേഹം പറഞ്ഞതിൽ, അമിത്ഷാ പറഞ്ഞതിൽ സഭാ അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടില്ല, എക്സ്പെൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം അത് സഭയുടെ പരമാധികാരത്തിന് വരുന്നതാണ്. അവിടെ സഭയിൽ അത് ശരിയാണ് എന്ന് വന്നിരിക്കുന്നു. കാരണം കോൺഗ്രസ്സുകാരോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫാഷൻ ആയിട്ടുണ്ട് ഇത്, അതുകൊണ്ട് അങ്ങനെ അവരെ കളിയാക്കാൻ പറഞ്ഞതാണ്. അതിൽ തെറ്റില്ല എന്നതാണ് സഭാധ്യക്ഷന്റെ തീരുമാനം. ഇനി സഭാധ്യക്ഷനെ ഞങ്ങൾ അംഗീകരിക്കില്ല, BJP-യാണ്. നിങ്ങൾ ഭരിക്കുമ്പോൾ സഭാധ്യക്ഷൻ നിങ്ങളുടെ പാർട്ടിക്കാരൻ, ഞങ്ങൾ ഭരിക്കുമ്പോൾ സഭാധ്യക്ഷൻ ഞങ്ങളുടെ പാർട്ടിക്കാരൻ. കേരളത്തിലെ സ്പീക്കർ ഷംസീർ CPM, അത് സ്വാഭാവികമല്ലേ? ശരി, ഞങ്ങളുടെ അധ്യക്ഷനെ നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ